ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഉണ്ണികൾക്കു 108 ഗുരുദേവ കഥകൾ. അധ്യായം 81. മഹത്തായ പാഠശാല. കുട്ടികളോടുള്ള ഗുരുദേവന്റെ വാത്സല്യം അളവറ്റതായിരുന്നു. ഗുരുസന്നിധിയിലെത്തുന്നവരിൽ കുട്ടികളെ അവിടുന്ന് പ്രത്യേകം പരിഗണിച്ചിരുന്നു. കാണിക്കയായി എത്തുന്ന കൽക്കണ്ടം, മുന്തിരി ഇവയെല്ലാം അവർക്കായി പ്രത്യേകം വീതിച്ചു കൊടുക്കുമായിരുന്നു. 1905 ഗുരുദേവൻ കൊച്ചിക്കടുത്തുള്ള പള്ളുരുത്തി എന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു ഭക്തന്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. അക്കാര്യം കേട്ടറിഞ്ഞ് ഒരു സ്കൂൾ വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകാതെ നേരെ ഗുരുസന്നിധിയിലെത്തി. തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിന് ഇടയിലൂടെ അവൻ ഗുരുവിന്റെ അടുത്തു ചെന്നു. എന്തൊരു ചൈതന്യമുള്ള മുഖം! അതിൽ ആകൃഷ്ടനായി അവൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ ആ തിരക്കിനിടയിലും ഗുരുവിന്റെ കണ്ണുകൾ ബാലന്റെ മേൽ പതിഞ്ഞു. വാത്സല്യം വഴിയുന്ന സ്വരത്തിൽ അവിടുന്ന് ചോദിച്ചു, "ഇന്നു പള്ളിക്കൂടത്തിൽ പോയില്ലേ?" ബാലൻ അപരാധിയെപ്പോലെ മുഖം കുനിച്ച് മൗനത്തോടെ നിന്നു. അപ്പോൾ സാന്ത്വനപൂർവം ഗുരുദേവൻ വീണ്ടും അരുളി, "സാരമില്ല, ഇതും ഒരു പള്ളിക്കൂടം തന്നെ അല്ലേ?" എത്ര അർത്ഥവത്തായ വാക്കുകൾ! മഹാപുരുഷന്മാരുടെ സന്നിധി നമുക്ക് പലതും പഠിക്കുവാനുള്ള ശരിയായ ഒരു വിദ്യാലയം തന്നെയാണല്ലോ. നേരം ഉച്ചയായി. സന്ദർശകർ ഒട്ടൊന്നു ഒതുങ്ങി. ഗുരുദേവനെയും ശിഷ്യന്മാരെയും വീട്ടുകാരൻ ഭക്ഷണത്തിനു അകത്തേക്ക് വിളിച്ചു. നമ്മുടെ വിദ്യാർത്ഥി നന്നായി വിശന്നു നിൽക്കുകയാണ്. ചോറ് കൊണ്ടുപോന്നിട്ടില്ല. അകത്തേക്ക് ഊണിന് ക്ഷണിക്കാത്തതുകൊണ്ട് അഭിമാനിയായ അവൻ പുറത്ത് പരവശനായി നിന്നു. അകത്ത് ഊണിനു ഇല വെച്ചു. അപ്പോൾ ഗുരുദേവന്റെ കാരുണ്യമൂറുന്ന സ്വരം വിദ്യാർത്ഥിയുടെ കാതുകളിൽ അമൃതവർഷം പോലെ അകത്തുനിന്നും ഒഴുകിയെത്തി. "പുറത്ത് ഒരു വിദ്യാർത്ഥി നിൽക്കുന്നുണ്ടല്ലോ, അവനെ കൂടി അകത്തേക്ക് വിളിക്കൂ." ഗുരുകൽപ്പനയെ ആദരിച്ച് ഒരാൾ പുറത്തേക്ക് വന്ന് ഊണിനു വിദ്യാർത്ഥിയെ ക്ഷണിച്ചു. ഗുരുദേവന്റെ തൊട്ടടുത്തു അവനു ഇലയിട്ടു. അത്ര സ്വാദിഷ്ടമായ ആഹാരം അതിനു മുൻപൊരിക്കലും താൻ കഴിച്ചിട്ടില്ലെന്ന് അവനു തോന്നി. ആ കുട്ടിയാണു പിൽക്കാലത്ത് ഗുരുദേവ ശിഷ്യനായി തീർന്ന കീർത്തിമാനായ ശ്രീനാരായണ ധർമ്മ പ്രചാരകനായി മാറിയ ശ്രീ ഗുരുപ്രസാദ് സ്വാമികൾ. ശേഷം ഭാഗം തുടരും.